ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, MEG7 എന്താണ് എന്ന് ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. മലബാർ കൺട്രി 2047 എന്നതിൻ്റെ ചുരുക്കമാണോ MEG7? വെറുതെ ഒരു പേര് രൂപപ്പെട്ടതല്ല. 2047 ഈ സ്വതന്ത്ര ഭാരതത്തെ മതവൽക്കരിക്കും എന്ന് പബ്ലിക്കിൽ ചലഞ്ച് ചെയ്ത ആളുകൾ തീഹാർ ജയിലിൽ ഉണ്ടെങ്കിലും അവരുടെ അണികളും അനുയായികളും സ്വൈരവിഹാരം നടത്തുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലുമാണ്. അവര് വ്യാജ ഐഡികളിലൂടെയും വ്യാജ പാസ്പോർട്ട്, ആധാർ കാർഡുകളൊക്കെ നിർമ്മിച്ച് നൽകി ഈ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന വ്യാജേന ബംഗ്ലകളെയും പാക്കികളെയും കൊണ്ട് നിറച്ചത് വെറുതെയല്ല. അവർ ബയോളജിക്കലി വളരുന്നതിന് വേണ്ടിയും അവർക്ക് ഇവർ വോട്ട് ചെയ്യണം, അങ്ങനെ ഇവരിത് വളരണം, ഇവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ലക്ഷ്യം. അതുകൊണ്ട് ഇവരെ ലക്ഷ്യം വയ്ക്കുന്ന ഇടതനും വലതനും ഇവരെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തു പറയില്ല, ഇവരെ എതിർക്കാൻ തയ്യാറാകില്ല. പക്ഷേ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വസ്തുതകളോടും നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് നിഷ്കർഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞു. അതിനാണ് ഇവിടെ നാഷണൽ ഏജൻസികളൊക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാനിൽ പോയി 10-16ഓളം വർഷം ആക്രി ബിസിനസ് ചെയ്ത് വേസ്റ്റ് പേപ്പറും പ്ലാസ്റ്റിക്കുകളും വാരി നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ രൂപത്തിൽ മണത്തറിഞ്ഞ് സൂചനകൾ നൽകി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള അജിത് ഡോവൽ നിയന്ത്രിക്കുന്ന ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ടല്ലോ, അതിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇത്തരം ഇൻവെസ്റ്റിഗേഷനും റോയും ഒക്കെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള ഉറപ്പിലാണ് ഇന്നും നരേന്ദ്രമോദി MEG7 കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ അന്വേഷണ ഗ്രൂപ്പിൽ നമ്മുടെ മന്ത്രി റിയാസും ഉൾപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. NIA രണ്ടും കൽപ്പിച്ച് MEG7 അടിവേര് തോണ്ടിയെടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. എന്ന പേരിൽ ഒരു വ്യായാമ നമസ്കാരം, MEG7 എന്ന പേരിൽ ഒരു വ്യായാമ കൂട്ടായ്മ സംസ്ഥാനത്ത് സജീവമായി വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേൾക്കുകയാണ്. ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് എന്ന കാര്യങ്ങൾ പലതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MEC7 എന്ന് പറയുന്നത് വിവിധ വ്യായാമ പദ്ധതികൾ ഉൾപ്പെടുന്ന ഒരു വ്യായാമ രീതിയാണ്. അതായത് 21 വ്യായാമ രീതികൾ 21 മിനിറ്റ് കൊണ്ട് 7 ദിവസവും ചെയ്യുക എന്ന ഒരു രീതിയാണ് ഈ ഒരു കൂട്ടായ്മയിൽ അവലംബിച്ചു വരുന്നത്. ഒരു പൂർവ്വ സൈനികനാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതെന്നും ഇത് പിന്നീട് പടർന്നു പന്തലിക്കുകയായിരുന്നുവെന്നും ഓരോ സ്ഥലത്തും ഓരോരോ ശാഖകൾ തുടങ്ങി ആ ശാഖയിലേക്ക് ആളുകളെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ചേർത്ത് അങ്ങനെ ഒരു വ്യായാമ പദ്ധതി രൂപീകരിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും പോയി വ്യായാമം ചെയ്യുക എന്നത് മാത്രമല്ല, കൃത്യമായ പദ്ധതികളോടുകൂടി കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ഒരേ തരത്തിലുള്ള യൂണിഫോം അടക്കം ധരിച്ചുകൊണ്ടുള്ള ഒരു വ്യായാമ പദ്ധതിയാണ്. ഇവർ ഇടയ്ക്കിടെ വ്യായാമത്തിൽ നിർത്തുന്നില്ല, അവർ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലുമൊക്കെ കടക്കുകയാണ്. ഒന്നിച്ച് യാത്ര ചെയ്യുക, ഒന്നിച്ച് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. പ്രായമേറിയവരാണ്, ഏറ്റവും കൂടുതൽ പ്രായമേറിയവരാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒത്തുകൂടുന്നത് എന്നാണ് ഇതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി പരക്കുന്ന വാർത്ത ഇത് കേവലം ഒരു വ്യായാമ പദ്ധതിയൊന്നുമല്ല, ഇതിന് പിന്നിൽ ചില തീവ്രവാദ ശക്തികളുണ്ട്, മത തീവ്രവാദ ശക്തികളുണ്ട് എന്ന ആരോപണമാണ് വന്നത്. ഈ ആരോപണം പക്ഷെ വന്നത് അതിന്റെ പിന്നില് ഡാൻസും പാട്ടും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോ ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോച്ചിങ് സെന്ററുകളൊക്കെ ഇവർ തുടങ്ങി എന്നും മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. ഇനിയും മലബാർ എസ്റ്റാബ്ലിഷ്ഡ് ഇസ്ലാമിക് കൺട്രി 2047 എന്ന ഓമന പേരിട്ട് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവര് ഒന്ന് ചുരുക്കി വിളിച്ചതാണോ എന്ന് അറിയില്ല. വന്നത് CPM ഭാഗത്ത് നിന്നാണ്. CPM ആണ് ആദ്യമായി ഇത് പറഞ്ഞത്. ഇത് വെറും ഒരു CPM തന്നെയാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്. പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും ഒക്കെ ഇടതനും വലതനും മാറി മാറി താലോലിച്ച് പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഇവർ ഇന്ന് ഈ നാടിനെ തന്നെ വിഴുങ്ങുന്ന രൂപത്തിൽ വ്യാളിയായി മാറിയപ്പോൾ, അള്ളിപ്പിടിക്കുന്ന നീരാളിയായി മാറിയപ്പോൾ, ഈ രാജ്യത്തിൻ്റെ സമാധാനം തന്നെ കാർന്ന് തിന്നുന്ന രീതിയിലേക്ക് അവർ മാറിയപ്പോൾ
ഇവരെ നിയന്ത്രിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു അവരും. ഇന്ന് അവർക്ക് തന്നെ വിനയായി. അതുകൊണ്ട് ആദ്യം ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് അവർ തന്നെയാണ്. പദ്ധതിയൊന്നുമില്ല, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഈ ഒരു കൂട്ടായ്മയിലൂടെ തിരിച്ചു വരികയാണ് എന്നൊരു ആരോപണമാണ് CPM ഉന്നയിച്ചത്. ഈ CPM-ന്റെ ആരോപണത്തെ പിൻപറ്റിക്കൊണ്ട് സമസ്തയും മുസ്ലിം ലീഗിന്റെ ചില ആളുകളുമൊക്കെ പിന്നീട് രംഗത്ത് വന്നു. അവർ പറയുന്നത് ഈ ഒരു വ്യായാമ പദ്ധതിക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ആരും തന്നെ ഈ ഒരു വ്യായാമ പദ്ധതിക്ക് തലവെച്ച് കൊടുക്കരുത്, ഇത് അപകടകരമാണ് എന്നാണ് മുസ്ലിം സംഘടനയായ ജമാഅത്തെയും മുസ്ലിം ലീഗും എല്ലാം പറയുന്നത്. ഇതിൽ തന്നെയാണ് നമുക്കും സംശയമുണ്ടായത്. എന്താണ് ഇതിനു പിന്നിൽ? ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1000-ഓളം ശാഖകൾ ഇതിനോടൊപ്പം തന്നെ ആയി കഴിഞ്ഞു. ചില ശാഖകൾ വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഈ MEC 7 എന്ന പേരിൽ ഇപ്പോൾ വരുന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയെ കുറിച്ചുള്ള വാർത്തകൾ. എന്തായാലും ഇതിൽ ആളുകൾക്ക് സംശയം ജനിപ്പിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഇത് ഈ സംഘടനയ്ക്ക് നേരെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതില്ല. അതിന്റെ കാരണം നമുക്കറിയാം, അത് വന്നതിന്റെ ഉറവിടമാണ്. ആ ഉറവിടം എന്ന് പറയുന്നത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും CPM-ഉം പറയുന്നത് കൊണ്ട് എന്നാണ്. കാരണം കേരളത്തിൽ വേര് പിടിച്ചിട്ടുള്ള ഇസ്ലാമിക മത തീവ്രവാദത്തെ ഒരിക്കലും സമയത്ത് അംഗീകരിക്കാത്ത പാർട്ടികളും സംഘടനകളുമാണ് ഇവർ. ഒരിക്കലും മുസ്ലിം തീവ്രവാദം ഇവിടെ ഉണ്ട് എന്ന് CPM അംഗീകരിച്ചു തന്നിട്ടില്ല. മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും അങ്ങനെ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ടിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ CPM തന്നെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങളിൽ സംശയം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കാനും 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ഇതിന്റെ ഒരു ഘടന തന്നെയാണ്. സംസ്ഥാനത്ത് NDF പോലുള്ള സംഘടനകൾ, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പോലുള്ള സംഘടനകൾ, ഈ മദനിയുടെ ചില സംഘടനകൾ, ഇതൊക്കെ രൂപം കൊണ്ടത് ഇതേ ഭാവത്താലാണ്. അതായത് ഒരു കൂട്ടായ്മ വരുന്നു, ഒരു മാസ് ഡ്രില്ല് സംഘടിപ്പിക്കുന്നു, അവർക്ക് പ്രത്യേക യൂണിഫോം, RSS-നെ അനുകരിച്ചുകൊണ്ട് അതുപോലൊരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന രീതിയിലാണ് NDF-ഉം അതുപോലെ തന്നെ PDP-യും എല്ലാം രംഗത്ത് വന്നുകൊണ്ടിരുന്നത്. ഈ NDF ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത്. അവരുടെ ഒരു പ്രവർത്തന ശൈലി ഇത് പിന്തുടരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇതിന് പിന്നിൽ സംശയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ തീവ്രവാദ ശക്തികളാണോ എന്ന സംശയം ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1000-ഓളം ശാഖകൾ ഉണ്ട് എങ്കിലും ഈ 1000-ഓളം ശാഖകളും ഉണ്ടായിരിക്കുന്നത് മുസ്ലിം പോക്കറ്റുകളിലാണ്. സാധാരണ ഒരു മിക്സഡ് പോക്കറ്റുകളിലൊന്നും ഇത്തരത്തിൽ ഒരു ശാഖകൾ നമ്മൾ കാണുന്നില്ല. മറിച്ച് ഇതെല്ലാം മുസ്ലിം പോക്കറ്റുകളിലാണ് ശക്തമായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ കാരണം, ദുരൂഹത സംശയിക്കപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ വിദേശ ബന്ധമാണ്. ഇങ്ങനെ 1000-ഓളം ശാഖകൾ കേരളത്തിലുണ്ട്. ഇനിയധികം ശാഖകൾ കേരളത്തിൽ തുടങ്ങാനുള്ള അവസരം അവർക്ക് സ്വാഭാവികമായും ഉണ്ട്. പക്ഷേ എങ്കിലും അവർ വിദേശത്താണ് പിന്നീട് ലക്ഷ്യമായി കാണുന്നത്. വിദേശത്തെ ചില രാജ്യങ്ങൾ, ആ ചില രാജ്യങ്ങളിലൊക്കെ ഇവർ പ്രവർത്തിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീതി എന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തെക്കാൾ വലിയ നെറ്റ്വർക്ക് ഉള്ളത് എന്ന് NIA പോലും സമ്മതിച്ചിട്ടുള്ള, അല്ലെങ്കിൽ NIA പോലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ സെറ്റപ്പും ഉണ്ടെങ്കിലും വിദേശത്ത് നിന്നുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം എത്തിക്കൊണ്ടിരുന്നത്. നിരോധനത്തോടു കൂടി വിദേശത്തു നിന്നും പണമെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര ഏജൻസികൾ അടച്ചു. ഇപ്പോൾ കേരളത്തിലെ ചില മുസ്ലിം പോക്കറ്റുകളിലും വിദേശത്തെ ചില രാജ്യങ്ങളിലും മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന സംശയത്തിന്റെ നിഴലിലാകാൻ കാരണവും ഇത് തന്നെയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും പണം ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മറയാക്കി ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കും എന്നൊരു സംശയം, അതാണ് ഏറ്റവും പ്രബലമായ സംശയം. കേന്ദ്ര ഏജൻസികളെ പോലും ഈ സംഘടനയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ അവരെ പ്രേരിപ്പിച്ചത് ഈ ഒരു ഘടകം മാത്രമാണ്. എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രാഥമികമായ അന്വേഷണം ഈ സംഘടനയെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പൂർവ്വ സൈനികനാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ എന്തെങ്കിലും ദുരൂഹതയുണ്ട് എങ്കിൽ തന്നെ ഇത് തുടങ്ങിയതിനു ശേഷം ആ വഴിക്ക് പോകാനായിരിക്കാം സാധ്യത. അല്ല എങ്കിൽ ഇതൊരു സാധാരണ വ്യായാമ സംഘടന മാത്രമായിരിക്കാം. എന്തായാലും അത് അങ്ങനെയല്ല, ഇതിന്റെ പിന്നിൽ ധാരാളം ദുരൂഹതയുണ്ട് എന്ന് പറയാനും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വം. ഇങ്ങനെ ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് നമ്മളൊക്കെ മോശക്കാരായി മാറുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയെ സംബന്ധിച്ചും ഇവരുടെ രാജ്യവിരുദ്ധതയെ സംബന്ധിച്ചും തുറന്നു പറഞ്ഞു പോയാൽ നമ്മൾ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കപ്പെടും. ആ ചിത്രീകരണത്തെ, അതല്ലെങ്കിൽ സംഘി എന്ന ഒരു നമ്മളെ ചാപ്പകുത്തലിനെ ഇന്ന് ആരാ ഭയക്കുന്നത്? ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ പറഞ്ഞു എന്നാ പറയുക. നമുക്ക് പറയാനുള്ളത് ധീരമായി നമ്മളും പറയും. നന്ദി.